ഓക്സ്ഫോർഡ് അക്കാദമി ട്യൂഷൻ ഫോർ SSLC 9th സ്റ്റാൻഡേർഡ് റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചസ്. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി. ഹലോ ജങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനൂഫ്. മകളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ +2 ഇംഗ്ലീഷിലെ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോമാണ്. അപ്പം ഈ കവിത എഴുതിയിരിക്കുന്നത് നമ്മുടെ മലയാളത്തിന്റെ പ്രിയങ്കരനായ എഴുത്തുകാരനായിട്ടുള്ള ശ്രീ ചെമ്മനം ചാക്കോ സാറാണ് കേട്ടോ. ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സ് ആണെന്ന് പറഞ്ഞാൽ ചാക്കോ മാഷ് ഓർത്താൽ മതി. അപ്പം മച്ചാന് ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത് മലയാളത്തിലാണ്. മലയാളത്തിൽ ഈ കവിതയുടെ പേര് നെല്ല് എന്നാണ്. റൈസ് എന്ന പേരിന്റെ അർത്ഥം തന്നെ നെല്ല് എന്നാണല്ലോ അല്ലെ. അപ്പൊ നെല്ല് എന്ന ഈ മലയാളം കവിത നമുക്ക് സായിപ്പിന്റെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മക്കളെ പ്രൊഫസർ കെ അയ്യപ്പ പണിക്കർ എന്ന് പറഞ്ഞ മറ്റൊരു ചങ്കാണ് കേട്ടോ. അപ്പൊ എന്തായാലും മക്കളെ, നമ്മുടെ കേരളത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കലാരൂപമല്ലല്ലോ അല്ലെ, ഒരു പ്രത്യേക കൃഷി രീതിയാണ് നെല്ല് അല്ലെ. ഇന്ന് വളരെ കുറച്ച്, ഒരു കാലത്ത് നമുക്കറിയാം കുട്ടനാട്ടിലും അതേപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും, പാലക്കാടായാലും നമ്മളിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വയനാട്ടിലായാലും ഇഷ്ടംപോലെ നെൽകൃഷി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ഈ നെൽവയലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ചുള്ളൂ അല്ലേ. ഈ നെൽവയലുകൾക്ക് പകരം മറ്റു പല കൃഷികൾ, അതായത് കമുകും അതേപോലെ തന്നെ റബ്ബർ, ഇങ്ങനെയുള്ള ഒരുപാട് നാണ്യവിളകൾ, നമ്മൾ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയില്ലേ, കൃഷിയുടെ വാണിജ്യവൽക്കരണം ഹിസ്റ്ററി പഠിച്ചിട്ടില്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പരിപാടിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ ചുമ്മാ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നെൽകൃഷിയൊക്കെ മാറ്റിയിട്ട് പൈസ കിട്ടുന്ന ക്യാഷ് ക്രോപ്പുകൾ ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നെൽകൃഷിക്കൊക്കെ ഭയങ്കര ക്ഷാമമാണ്, ഭക്ഷണത്തിന് വരെ നമ്മൾക്ക് ഭയങ്കര ക്ഷാമമാണ് അല്ലേ. നമുക്കറിയാം മറ്റ് തമിഴ്നാടായാലും അതേപോലെ തന്നെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയൊക്കെ ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മൾ മലയാളീസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പൊ ഇതിനെ കളിയാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സാറ്ററിക് എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചെമ്മനം ചാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കവി നമുക്ക് നൽകുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ കവിത ഒരു സാറ്ററിക്കൽ പോയം ആണെന്ന് പറയാം. സാറ്ററിക്കൽ പോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷേപഹാസ്യ രീതിയിലുള്ള, അതായത് മലയാളിയുടെ ഈ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ നെല്ല് പോലുള്ള ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകളായിട്ടുള്ള റബ്ബർ, അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള കവുങ്ങ് എന്നൊക്കെ പറയും. എന്തായാലും ഇമാതിരി കുടച്ചക്രങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന നമ്മുടെ മലയാളിയുടെ ഒരുമാതിരി അരപ്പ് സ്വഭാവം ഉണ്ടല്ലോ, ഇതിനെ കളിയാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് മക്കളെ ഈ നെല്ല് അഥവാ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കവിത. അപ്പൊ ഈ ഒരു കവിത ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റോറിയുടെ രീതിയിലാണ്, ഒരു ചെറിയൊരു കഥാരൂപത്തിലാണ് നമ്മുടെ കവി എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കവിത നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങൾക്ക് സ്കൂളിലൊക്കെ എടുത്തിട്ടുണ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ മതി. എന്തായാലും നമുക്കൊന്ന് എടുക്കാം, കാരണം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിനൊക്കെ ഒരുപാട് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കവിതയാണ് കേട്ടത്. അപ്പൊ എന്തായാലും ഈ ഒരു കവിതയിൽ ഒരു കഥാപാത്രമുണ്ട്, ഒരു നായകൻ എന്നൊക്കെ പറയാം. ഓക്കെ, മച്ചാന് ഒരു 4 വർഷമായിട്ട് ഉത്തരേന്ത്യയിലാണ് താമസിക്കുന്നത്. ഉത്തരേന്ത്യയിൽ ഏതോ ഒരു സംസ്ഥാനത്താണ് താമസിക്കുന്നത്. അതെന്തിനാന്ന് വിചാരിച്ചാല് മച്ചാന്റെ നാട് നമ്മുടെ കേരളത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ അദ്ദേഹത്തിന്റെ അച്ഛന്, മൂപ്പരുടെ ബാപ്പക്ക് എന്തുണ്ട്, വലിയൊരു കൃഷിത്തോട്ടമുണ്ട്. അവിടെ ഇഷ്ടംപോലെ നെല്ലൊക്കെ അവർ കൃഷി ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നെല്ലിൽ നിന്ന് ബാക്കി വരുന്ന ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഉമി എന്ന് പറയും, ഇംഗ്ലീഷിൽ ഹസ്ക് എന്ന് പറയും, HUSK. അപ്പൊ ഈ നെല്ല് ഇപ്പൊ നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നെൽകൃഷിയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ കണ്ടിട്ടുണ്ടാവും ഈ ഹസ്ക് എന്ന് പറഞ്ഞ, ഉമി എന്ന് പറഞ്ഞ ഒരു സാധനം അല്ലെ. അപ്പൊ അതെന്താണ്, ഈ നെല്ലിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അരി വേർതിരിക്കുമ്പോൾ അതിന്റെ ആ പുറന്തോടുണ്ടല്ലോ, നെല്ലിന്റെ ആ പുറന്തോട്, അതിനാണ് പറയുന്നത് നമ്മൾ എന്ത്, ഹസ്ക് എന്നാണ്. നെല്ലിന്റെ തോല് എന്നൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ അതിന്റെ സൈഡിൽ അതിന്റെ പിക്ചർ കൊടുക്കാം. അപ്പൊ എന്തായാലും ഈ ഹസ്ക് കൊണ്ട് മനോഹരമായിട്ടുള്ള ചില രൂപങ്ങളും അതേപോലെ കളിക്കോപ്പുകൾ, കളിപ്പാട്ടങ്ങളൊക്കെ നമുക്ക്, പാവകളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഈ നെല്ല്, ഈ ഹസ്ക് കൊണ്ടുള്ള അല്ലെങ്കിൽ ഉമി കൊണ്ടുള്ള ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മച്ചാൻ എവിടേക്ക് പോയത്, നമ്മുടെ ഉത്തരേന്ത്യയിലേക്ക് പോയത്. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഏകദേശം 4 വർഷത്തോളം ഈ കോഴ്സൊക്കെ പഠിച്ച് അതിൽ ഡോക്ടറേറ്റ് PhD ഒക്കെ എടുത്തിട്ടാണ് മച്ചാൻ എന്ത് ചെയ്യുന്നത്, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരണം. അതും വളരെ അഭിമാനത്തോടെ, അവിടുന്ന് വലിയ അംഗീകാരമൊക്കെ കിട്ടിയിട്ട് പുലിയായിട്ടാണ് തിരിച്ചു വരുന്നത്. എന്തിനാ, ഭയങ്കര പ്രതീക്ഷയുണ്ട്. നാട്ടിൽ ഫുള്ള് നെൽകൃഷിയാണല്ലോ. മൂപ്പര് പോകുന്ന സമയത്ത് ഫുള്ള് മൂപ്പരെ വീട്ടിലായാലും അയൽപ്പക്കത്തും നാട്ടുകാരും മൊത്തം കൃഷിക്കാരാണ്, നെൽകൃഷിക്കാരാണ്. അപ്പോൾ ഇവിടെ വന്ന ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെയുള്ള കുട്ടികൾക്കും അതേപോലെ തന്നെ ആളുകൾക്കൊക്കെ, നെൽകൃഷിക്കാർക്കൊക്കെ ഈ ഹസ്കിന്റെ പരിപാടിയൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ കുറെ പൈസ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചെങ്ങാണ്ട് ഭയങ്കര സ്വപ്നങ്ങൾ, ദിവാസ്വപ്നങ്ങളൊക്കെ കണ്ടുവരികയാണ്. നമുക്കറിയാം നമ്മുടെ മലയാളികൾക്ക് വലിയ നോസ്റ്റോന്റെ ആൾക്കാരാണ് അല്ലെ. നോസ്റ്റോ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഗൃഹാതുരത്വം എന്നൊക്കെ പറയില്ലേ. അപ്പൊ എന്തായാലും ഈ ഗൾഫിൽ നിന്ന് വരുന്ന പ്രവാസികളെ മാതിരി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ മനുഷ്യൻ 4 വർഷക്കാലത്തോളം അവിടെ നോർത്ത് ഇന്ത്യയിൽ ചപ്പാത്തിയൊക്കെ തിന്ന് ബോറടിച്ചെങ്ങാണ്ട് മൂപ്പര് നാട്ടിലേക്ക് വരികയാണ്. അപ്പം നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ ചപ്പാത്തി, ഗോതമ്പിന്റെ സാധനങ്ങളൊക്കെ ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഒന്ന് അരിഭക്ഷണമൊക്കെ കഴിക്കണം എന്നുള്ള പൂതി പെരുകിങ്ങാണ്ട് അരിഭക്ഷണം കഴിക്കണം, അതേപോലെ തന്നെ നാട്ടിലെ നെൽകൃഷിയുടെ പച്ചപ്പ് കാണണം, അതേപോലെ തന്നെ ഇവിടുന്ന് ഉമി കൊണ്ട്, ഹസ്ക് കൊണ്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കണം, വിൽക്കണം, പൈസ ഉണ്ടാക്കണം, ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് ഇയാൾ നാട്ടിലേക്ക് വരുമ്പം കാണുന്ന കാഴ്ച എന്താണ് മക്കളെ, ഇവിടെ നെല്ലുമില്ല, നെല്ല് കൃഷിയില്ല, ഒരു തേങ്ങയില്ല. ഇയാളുടെ അച്ഛൻ വരെ റബ്ബർ കൃഷിയിലേക്ക് മാറിയിരിക്കുന്ന ഒരു ഇടങ്ങേറ് പിടിച്ചൊരവസ്ഥയാണ് ഇയാൾ കാണുന്നത്. അപ്പൊ ആ ഒരു സംഭവങ്ങളാണ് മക്കളെ ഇവിടെ കവിതയിലൂടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക്
കവിതയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ കവിത തുടങ്ങുന്നത് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു കഥ പോലെയാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് എന്താ ഐ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ നമ്മുടെ നറേറ്റർ, അതായത് കഥ പറയുന്ന ഇയാളാണ്, ഒരു യുവാവ് അല്ലേ. അയാൾ എന്താ പറഞ്ഞത്? ഐ കം ഹോം അറ്റ് ദ എൻഡ് ഓഫ് 4 years ഓഫ് റിസർച്ച്. അതായത് 4 വർഷത്തെ റിസർച്ചിന് ശേഷം, റിസർച്ച് എന്ന് പറഞ്ഞാൽ ഗവേഷണം അല്ലേ, റിസർച്ചിന് ശേഷമാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് പറഞ്ഞാൽ അയാളുടെ സ്വന്തം നാട്ടിലേക്ക് വരികയാണ്. ഇൻ നോർത്ത് ഇന്ത്യ. എവിടെയായിരുന്നു ഇയാൾ റിസർച്ച് നടത്തിയിരുന്നത്? നോർത്ത് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ 4 വർഷക്കാലത്തോളം റിസർച്ച് നടത്തിയിട്ടാണ് അങ്ങേര് നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ എന്തിനാണ് റിസർച്ച് നടത്തിയത്? ഹാവിംഗ് ഏൺഡ് എ ഡോക്ടറൽ ഡിഗ്രി ആൻഡ് ജനറസ് പ്രൈസ് ഫോർ മൈ വർക്ക് ഓൺ മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്. ഹസ്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞു ഈ ഒരു ഉമി എന്ന് പറയാം അല്ലെ. അപ്പൊ ഈ ഉമിയിൽ നിന്ന് ടോയ്സുകളൊക്കെ ഉണ്ടാക്കുന്ന, മേക്കിംഗ് ടോയ്സ് അല്ലെ, ടോയ്സുകളൊക്കെ ഉണ്ടാക്കുന്ന ആ വർക്കിൽ വലിയ ജനറസ് പ്രൈസ്, വലിയ എന്താണ് ബഹുമതികളൊക്കെ നേടി, അംഗീകാരങ്ങളൊക്കെ നേടി, അതേപോലെ തന്നെ ഒരു ഡോക്ടറൽ ഡിഗ്രി ഒക്കെ നേടിയിട്ട് ഭയങ്കര ഗമയിലാണ് ഇയാളുടെ നാട്ടിലേക്കുള്ള വരവ്. അപ്പൊ ഇയാൾ നാട്ടിലേക്ക് വരുമ്പോൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ആളുകളൊക്കെ തന്നെ സ്വീകരിക്കും, അച്ഛനൊക്കെ എന്നെ വളരെ അഭിമാനത്തോടു കൂടി സ്വീകരിക്കും, നാട്ടിൽ വന്നിട്ട് വലിയ ആളാവാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇയാൾ വരുന്നത് കേട്ടോ. ദെൻ ബോർഡ് വിത്ത് ഈറ്റിംഗ് ചപ്പാത്തീസ് ഡേ ആഫ്റ്റർ ഡേ. ഇനി ഇയാൾക്ക് മറ്റൊരു കുഴപ്പം കൂടി ഉണ്ട്. നാട്ടിലേക്ക് ഇങ്ങനെ അഭിമാനത്തോടെ വരിക മാത്രമല്ല, ഇയാൾക്ക് ഈ 4 വർഷം ഉത്തരേന്ത്യയിൽ താമസിച്ച് ആകെ ബോറടിച്ചിട്ടുണ്ട്. താമസിച്ചിട്ടല്ല ബോറടിച്ചത്, എന്താ തിന്ന് ബോറടിച്ചിട്ടുണ്ട്. എന്ത് തിന്ന്? ചപ്പാത്തി. ചപ്പാത്തി എന്ന് ഉദ്ദേശിച്ച ഗോതമ്പ് ചപ്പാത്തിയില്ല, അവിടെ ഫുള്ള് വീറ്റിന്റെ ആൾക്കാരാണല്ലോ, ഗോതമ്പുകാരാണല്ലോ നോർത്ത് ഇന്ത്യയിൽ കൂടുതലുള്ളത്. നമ്മളമാതിരി അരിഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ല അല്ലേ. അപ്പൊ എന്തായാലും അവിടെ നിന്ന് ഈ ഗോതമ്പിന്റെ ചപ്പാത്തി തിന്ന് ഇച്ചങ്ങാക്കി പിരാന്തായിക്കണ്. അങ്ങനെയാണ് നാട്ടിലേക്ക് വരുന്നത്. ഐ ആം ഈഗർ ടു ഈറ്റ് എ മീൽ ഓഫ് അത്തിക്കര റൈസ്. മീൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നർത്ഥം, നമ്മളെ ചോറെന്ന് കൂട്ടിയാൽ മതി കൂടെ കേട്ടോ. അപ്പൊ അയാൾക്ക് ചോറ് തിന്നാൻ പൂതിന്റെ മക്കളെ. എങ്ങനെയുള്ള അത്തിക്കര എന്ന് പേരുള്ള ഒരു അരി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, അതായത് ഇയാളുടെ നാട്ടിലെ ഒരു ഫേമസ് ടൈപ്പ് അരിയാണ് അത്തിക്കര. നമുക്കറിയാം നെല്ല് പല ടൈപ്പ് ഉണ്ട് അല്ലേ, മുടരി, പച്ചരി, ചൊറ്റരി, കുടച്ചക്രം, ഇങ്ങനെ പല പാലക്കാടൻ മട്ട എന്നൊക്കെ പറഞ്ഞ് കുറേ കുടച്ചക്രങ്ങൾ ഉണ്ടല്ലോ അരിയിൽ, വെറൈറ്റി അല്ലേ. അപ്പൊ എനിക്ക് ഇതിന്റെ പേരുകളൊന്നും അറിയില്ല. എന്തായാലും അങ്ങനെ ഒരുപാട് വസുമതി, ജസുമതി എന്തൊക്കെ ഉണ്ടല്ലേ. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള ഈ അരികളുടെ കൂട്ടത്തിൽ പെട്ട ഒരു ചെങ്ങായിയാണ് അരി അത്തിക്കര. ഇയാളുടെ ഫേമസ് ആണ്, ഇയാളുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഫേമസ് അരിയാണ്. ആ അരി കൊണ്ടുള്ള ചോറും കഴിക്കണം. ആ ചോറൊക്കെ മൂപ്പര് കണി കണ്ടിട്ട് 4 കൊല്ലമായി. അപ്പം അതൊക്കെ വയറ് നിറച്ച് കഴിക്കണം എന്നുള്ള ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? നാട്ടിലേക്ക് വരുന്നത്. ഇനി എന്താ മക്കളെ സംഭവിക്കണം നോക്ക്. ഇറ്റ് വിൽ ബി ദ പ്ലാന്റിംഗ് സീസൺ വെൻ ഐ ഗെറ്റ് ദർ. അപ്പൊ ഇയാൾ ഇങ്ങനെ മനസ്സിൽ കണക്കൂട്ട്. ഇയാൾ ട്രെയിനിലാട്ടോ വരുന്നത്. ട്രെയിനിൽ കണക്കൂട്ട് വരുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെ മനസ്സിൽ ദിവാസ്വപ്നം കാണുകയാണ്, പകൽ സ്വപ്നം കാണുകയാണ്. എന്താ ഇയാളുടെ പകൽക്കിനാവെന്ന് അറിയോ? ഞാൻ ഇപ്പോ ഈ സമയം എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? പ്ലാന്റിംഗ് സീസൺ ആണ്. എന്ന് പറഞ്ഞാൽ വിത്ത് വിതയ്ക്കുന്ന സമയമാണ്. ഈ നെല്ലിനൊക്കെ വിത്ത് വിതയ്ക്കാറുള്ള ഞാറ് നടുക എന്ന് പറയില്ലേ, അതായത് ചെറിയ തൈച്ചെടികൾ ഇങ്ങനെ സാപ്ലിങ്സ് ഇങ്ങനെ വരമ്പിൽ ഇളക്കി മറിച്ചിട്ടില്ലേ, അതിന് പ്ലഫിംഗ് എന്ന് പറയും അല്ലെ, ഉഴുതു മറിച്ചിട്ട്. കാളകളെ കൊണ്ടൊക്കെ അല്ലേ പണ്ട് ഉഴുതു മറിക്കുക. അങ്ങനെ ഉഴുതു മറിച്ചിട്ട് അതിൻ്റെ ആ ചാലുകളിലൊക്കെ ഇങ്ങനെ ഞാറ് നടുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഞാറ് നടുന്ന പ്ലാന്റിംഗ് സീസൺ ആണ് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൻ വരുന്ന സമയത്ത് അച്ഛനായാലും മറ്റു കർഷകരൊക്കെ പാടത്തുണ്ടാവും, കുറെ കാളകൾ ഉണ്ടാവും. ഇതൊക്കെ ഇയാൾ സ്വപ്നം കാണുകയാണ് അല്ലേ. ദെൻ ആൻഡ് മൈ ഫാദർ. അപ്പൊ ഇയാൾ പറയണത് എന്റെ അച്ഛൻ. ഇനി ആ അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ ബ്രാക്കറ്റ് ഒരു 2 ഐഫോണിന്റെ ഉള്ളിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അച്ഛൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? മൈ ഫാദർ വിൽ ഗ്രീറ്റ് മീ. എന്നെ സ്വീകരിക്കും എന്നാണ് പറഞ്ഞത്. എങ്ങനെ സ്വീകരിക്കുക? ഫ്രം ദ ഫീൽഡ്സ് ബിലോ അവർ ഹൗസ്. ഞങ്ങളുടെ വീടിന്റെ താഴെയായിട്ടാണ് അവരുടെ, അതായത് ഈ എഴുത്തുകാരന്റെ വീടിന്റെ നേരെ താഴെയായിട്ടാണ്, അല്ലെങ്കിൽ നറേറ്ററുടെ വീടിന്റെ താഴെയായിട്ടാണ് ഇയാളുടെ വയലുകൾ ഉള്ളത്. അപ്പൊ ആ വയലുകളിൽ, ആ പാടത്ത് അച്ഛൻ ഉണ്ടാവും. ആ അച്ഛൻ തന്നെ സ്വീകരിക്കും. കാണുന്നപ്പം തന്നെ അമ്പടം മോനെ വന്നില്ലേ, ഡോക്ടറൽ ഡിഗ്രി ഒക്കെ എടുത്ത് വന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ആ അച്ഛൻ മോനെ സ്വീകരിക്കുമെന്ന് ഇയാൾ ഇങ്ങനെ മനസ്സിൽ കണക്കൂട്ടാണ്. Then amidst the shouts of ploughing with several oxen. അപ്പൊ ഈ അച്ഛൻ എവിടെയായിരിക്കും? amidst എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തിലായിരിക്കും. ആരുടെ കൂട്ടത്തിൽ? the shouts of ploughing with several oxen അല്ലെ. ഓക്സൻ എന്ന് പറഞ്ഞാൽ കാളകള്, ഒരുപാട് കാളകൾ ഉണ്ടാവും. അച്ഛൻ ഇങ്ങനെ കാളകൾ ഉപയോഗിച്ച് കന്നുകൂട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ ആ കാളകളുടെ ഈ പ്ലഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഉഴുതുമറക്കരല്ലേ, കന്നുകൂട്ടുക എന്നൊക്കെ പറയും. അപ്പൊ ഈ കാളകൾ ഉപയോഗിച്ച് കന്നുകൂട്ടുമ്പോൾ പല ശബ്ദങ്ങൾ ഉണ്ടാക്കും അല്ലേ. ഓഹൈ 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 അല്ലല്ലോ, അത് മറ്റേ നമ്പൂരിമാര് വരുന്നതാണല്ലോ. അങ്ങനെ പലതരത്തിലുള്ള പാട്ടുകളൊക്കെ പാടിയിട്ട്, നമുക്ക് പാട്ടൊന്നും അറിയില്ല, കൊയ്ത്ത് പാട്ടുകളും വിളവ് വിധിക്കുന്ന സമയത്തൊക്കെ വിധപ്പാട്ടുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ എന്തായാലും അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ പാടിങ്ങാണ്ട് ഈ കാളകളൊക്കെ ഇങ്ങനെ പൂട്ടുന്ന ആ സമയത്തായിരിക്കും ഞാൻ വരിക. അപ്പൊ ആ ബഹളങ്ങൾക്കിടയിൽ നിന്ന് അച്ഛൻ എന്ത് ചെയ്യും? അതൊക്കെ അവിടെ പണിയൊക്കെ അവിടെ നിർത്തിങ്ങാണ്ട് എന്നെ സ്വീകരിക്കുമെന്നൊക്കെ ഇയാൾ ആകാംക്ഷയോടെ എന്ത് ചെയ്യാണ്? വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ അച്ഛൻ, ഞാനിവിടെ ബ്രാക്കറ്റിൽ പറഞ്ഞു എന്താണ്,
ഇവിടെ ആ സമയത്ത് അച്ഛൻ എന്തായിരിക്കും, അച്ഛന്റെ കോലം എന്നുള്ള ഒരു പിക്ചറാണ് നമുക്ക് ഇവിടെ തരുന്നത്. എങ്ങനെയാണ്? ഹിസ് ഹാൻഡ്ലൂം ധോത്തി സ്റ്റെയിൻഡ് വിത്ത് യെല്ലോ മഡ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അച്ഛന് ആ പാടത്ത് ഉണ്ടാവും. എങ്ങനെയാ? വീടിന്റെ അടുത്തുള്ള പാടത്ത് എന്നല്ല പറഞ്ഞത്. ആ പാടത്ത് ഒരു ധോത്തി ധരിച്ചൊരു മുണ്ട് ധരിച്ചിട്ടായിരിക്കും, ഒരു ഹാൻഡ്ലൂം ധോത്തി എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു കൈത്തറി വസ്ത്രം അല്ലെ ഒരു കൈത്തറി മുണ്ട് ധരിച്ചിട്ടായിരിക്കും മൂപ്പരുണ്ടാവുക. സാധാരണ കർഷകർ അങ്ങനെയല്ല, ഒരു സാധാരണ മുണ്ടൊക്കെ ധരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അതെങ്ങനെയാ? ഇറ്റ് ഈസ് സ്റ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ മുണ്ട് മൊത്തം കറ വരണ്ടിട്ടുണ്ടാവും. എന്തിന്റെ കറ? വിത്ത് യെല്ലോ മഡ്, നല്ല മഞ്ഞ കളറുള്ള ചെളി പറഞ്ഞിട്ടുണ്ടാവും. പാടത്തല്ലേ, പാടത്ത് കന്ന് കൂട്ടിയിട്ട് ആ കളിമണ്ണിന്റെ ഒക്കെ ചെളിയൊക്കെ പരണ്ടിട്ടുള്ള ആ ചെളി പിടിച്ച മുണ്ടൊക്കെ എടുത്തിട്ടായിരിക്കും എൻ്റെ അച്ഛൻ ഇങ്ങനെ ആ പാടത്ത് നിൽക്കുക. ഇതിനെന്താ? എക്സൈറ്റഡ് അബൌട്ട് ദ വാട്ടേഴ്സ് ഓഫ് ദ വാരങ്കാൽ കനാൽ. അതായത് ഇയാളുടെ പാടത്ത്, ഈ അച്ഛന്റെ പാടത്ത് ഒരു കനാലിൽ നിന്നുള്ള വെള്ളമാണ് എത്തുന്നത്. കനാലിന്റെ പേരാണ് ഇവിടെ പറഞ്ഞത് വാരങ്കൽ കനാല്. അപ്പൊ വാരങ്കൽ കനാലിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ട്, ആ വെള്ളം ഒഴുകുന്ന ആ ഒരു പാടത്ത് ഇങ്ങനെ കിളച്ച് മറക്കുകയാണ് ആര്? അച്ഛൻ. അപ്പൊ അയാൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശത്തോട് കൂടിയിട്ടായിരിക്കും അയാൾ ആ വെള്ളത്തിൽ ഇങ്ങനെ ഉഴുതു മറിക്കുന്നത്. അങ്ങനെയുള്ള അച്ഛൻ എന്നെ കണ്ട ഉടൻ എന്ത് ചെയ്യും? എന്നെ സ്വീകരിക്കും. കാളയുടെ ആ ഒരു പൂട്ടൊക്കെ അവിടെ നിർത്തിങ്ങാണ്ട് എന്നെ സ്വീകരിക്കുമെന്നാണ് ഇയാൾ ഇങ്ങനെ സ്വപ്നം കാണുന്നത് അല്ലെ. വല്ലാത്ത സ്വപ്നം തന്നെ. ഇതൊക്കെ നടക്കും, നമുക്ക് നോക്കാം. ഇനി അടുത്ത പാരഗ്രാഫിൽ വീണ്ടും അയാൾ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ ട്രെയിൻ ഇങ്ങനെ പോകുന്നു, ഇയാൾ ഇങ്ങനെ നാട്ടിലെത്തുന്നത്. അങ്ങനെ തന്നെ അല്ലേ, കുറെ കാലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന ഏതൊരു പ്രവാസി ആയാലും ശരി. സാധാരണ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലൊക്കെ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരികയാണെങ്കിലും ജോലി കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിലൊക്കെ നാട്ടിലെത്തുന്നവരെ നമുക്ക് ഇങ്ങനെ നാടിന്റെ ഓർമ്മകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വരില്ലേ. ഇപ്പം എൻ്റെ കൂട്ടുകാർ ഇന്നെ ചെയ്യായിരിക്കും, അവരെന്നെ കണ്ടാൽ ഭയങ്കര എക്സൈറ്റഡ് ആവും. ഇപ്പം പിന്നെ ഫുള്ള് എന്തിൻ്റെ ടൈമാണ്? പ്രാങ്കിന്റെ ടൈമാണല്ലോ. പ്രാങ്ക് അല്ലല്ലോ, എന്തായാലും പറയാ, നമ്മുടെ സർപ്രൈസിന്റെ പരിപാടിയാണല്ലോ അല്ലേ. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു, എന്നിട്ട് എല്ലാവരും ഞെട്ടിക്കുന്നു. അപ്പൊ എന്തായാലും അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ ചെങ്ങായും വരുന്നത്. അപ്പൊ ഇവനെ ഇങ്ങനെ അവിടെയുള്ള ഓരോ കാര്യങ്ങളായിട്ട് ഓർത്തെടുക്കുകയാണ്. ദെൻ ഓക്കെ, ദ ഓക്സൻ വിൽ സ്റ്റോപ്പ് വെൻ ദേ സീ മീ. അപ്പം എന്താണ്? ഈ കാളകൾ ഇപ്പൊ 4 കൊല്ലമായിട്ട് ഈ ചെങ്ങായി 4 കൊല്ലം മുമ്പ് കാളകളൊക്കെ ഒരുപാട് കണ്ടുണ്ടാവുമല്ലോ. അതേപോലെ തന്നെ ഈ പാടത്ത് അച്ഛനെ സഹായിച്ചിട്ടുണ്ടാവും. അപ്പൊ കാളകൾക്ക് ഇവനെ പരിചയം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവനെ കാണുമ്പോൾ തന്നെ ഇവന് പെട്ടിയും ചോദൊക്കെ ആയിട്ട് ചുമടൊക്കെ ആയിട്ട് ഇങ്ങനെ ആ പാടത്ത് വന്ന് പ്രത്യക്ഷപ്പെടുന്ന, ആ പാടവരമ്പിൽ എത്തുന്ന അതേ സമയം തന്നെ ആ കാളകളൊക്കെ പണി അവിടെ നിർത്തുന്ന പറഞ്ഞത്. ആ കാളകളൊക്കെ നിൽക്കും. വാക്കിംഗ് വിത്ത് മൈ സ്യൂട്ട് കേസ് ആൻഡ് മൈ ഫാദർ വിതൗട്ട് സ്മൈലിംഗ്, ദ സ്മൈൽ സ്ലോലി ഫോമിംഗ് ഓൺ ഹിസ് ലിപ്സ്. അപ്പോൾ ഞാനിങ്ങനെ സ്യൂട്ട് കേസ് ആയിട്ട് വരുന്നത് കാണുമ്പോൾ കാളകളൊക്കെ അവരുടെ പണി നിർത്തും. അതേപോലെ തന്നെ എൻ്റെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ എന്താണ്? വിതൗട്ട് സ്മൈലിംഗ്, മൂപ്പര് ചിരിക്കൊന്നുമില്ല. കാരണം എന്താണ്? സ്മൈൽ സ്ലോലി ഫോമിംഗ് ഓൺ ഹിസ് ലിപ്സ്. മൂപ്പരുടെ മുഖത്ത് വളരെ, അല്ലെങ്കിൽ ചുണ്ടുകളിൽ വളരെ പതിയെ മാത്രമേ ചിരി വരുള്ളൂ. അല്പം ഗൗരവക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അച്ഛൻ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ പതിയെ വിരിയുന്ന ചിരി എന്ത് ചെയ്യുക? ചിരിക്കാതെ എന്നാണ് ഉദ്ദേശിച്ചത്. അതാണ് ഇവിടെ പറഞ്ഞത് വിതൗട്ട് സ്മൈലിംഗ്, ദ സ്മൈൽ സ്ലോലി ഫോമിംഗ് ഓൺ ഹിസ് ലിപ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ പതിയെ ചുണ്ടുകളിൽ വിരിയുന്ന ചിരി പുറത്തേക്ക് കാണിക്കാതെ, അല്ലെങ്കിൽ ചിരിക്കാതെ അച്ഛൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? വിൽ കോൾ ഫ്രം ദ ഫീൽഡ്. ആ വയലിൽ തന്നെ എന്നെ വിളിച്ചു പറയും. എന്താണ്? ആൻഡ് വെൻ ഡിഡ് യു സ്റ്റാർട്ട് ഫ്രം ദർ? ജപ്ലയുടെ പുറപ്പെട്ട മോനെ എന്ന് ആ പാടത്തു നിന്ന് ഇങ്ങനെ എന്നെ നോക്കി ചിരിക്കാതെ തന്നെ വിളിച്ചു പറയും എന്നൊക്കെ ഇയാൾ ഇങ്ങനെ സ്വപ്നം കാണാൻ കേട്ടോ. അതൊക്കെ നടക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അച്ഛൻ പാടത്താണോ അച്ഛൻ വരമ്പത്താണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഇയാൾ ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. പാടവരമ്പത്തിട്ട് ആ ഒരു ചെളി പുരണ്ട മുണ്ടുകളുമായിട്ട് അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് എന്നെ കാണുമ്പോൾ ഇങ്ങനെ സ്റ്റക്കായിട്ട്, അല്ല മോനെ ചെപ്പളാടെ പുറപ്പെട്ടത് ഇത് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്റ്റണ്ടാവും, ഞെട്ടിത്തെരിച്ചിരിക്കും എന്നൊക്കെ ഇയാൾ ഇങ്ങനെ കരുതുകയാണ് അല്ലേ. ദെൻ നോക്കെ, മൈ ലിറ്റിൽ ബ്രദർ. ഇനി അച്ഛൻ്റെ എക്സൈറ്റ്മെന്റ് ആണ് ആദ്യം പറഞ്ഞത്. ഇനി അതിനുശേഷം ഇയാൾ ഇങ്ങനെ വീണ്ടും സ്വപ്നം കാണുകയാണ്. ഇനി ഇയാൾക്കൊരു കുഞ്ഞനുജനും കൂടി ഉണ്ട്. അപ്പോൾ എൻ്റെ ചെറിയ അനിയൻ, അയാൾ എന്ത് വിചാരിക്കും? ക്യാരിയിങ് ദ ടെൻഡർ സാപ്ലിങ്സ്. അപ്പൊ ആ കുട്ടിയും ഈ അനിയനായിട്ടുള്ള അനിയൻകുട്ടി എന്തായിരിക്കും? അച്ഛനെ സഹായിക്കായിരിക്കും. അവന്റെ കയ്യിൽ എന്തുണ്ടാവും? ടെൻഡർ സാപ്ലിങ്സ്. സാപ്ലിങ്സ് എന്ന് പറഞ്ഞാൽ തൈച്ചെടികൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഞാറ് എന്ന് പറഞ്ഞില്ല, നെല്ലിന്റെ ചെറിയ ചെടികൾ ഉണ്ടാവും. ടെൻഡർ എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് പാകമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ലളിത എന്താണ് വളരെ ചെറുതില്ലേ, അതായത് ആ വിതയ്ക്കാനുള്ള നെൽച്ചെടികളുമായിട്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ടാവും? അവനിങ്ങനെ ആ നെൽച്ചെടികളും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. എന്തിന്? ടു ബി പ്ലാന്റഡ് ഇൻ ദ ഫീൽഡ്. ആ പാടത്ത് പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയുള്ള പാടത്ത്? വേർ ദ പ്ലഫിംഗ് ഈസ് ഡൺ. മൊത്തമായിട്ട് പ്ലഫിംഗ് ചെയ്ത് കഴിഞ്ഞ്, അതായത് ഉഴുതുമറിച്ച ആ പാടത്ത് നടാനുള്ള ഞാറുകളുമായിട്ട്, നെല്ലിന്റെ ചെറിയ തൈച്ചെടികളുമായിട്ട് ഇങ്ങനെ ആ പയ്യൻ ഇങ്ങനെ വരമ്പത്ത് നിൽക്കുന്നുണ്ടാവും, എൻ്റെ അനിയൻ ഇങ്ങനെ വരമ്പത്ത് നിൽക്കുന്നുണ്ടാവും എന്നൊക്കെയാണ് കരുതി നിൽക്കുന്നതില്ലേ ഇവൻ സ്വപ്നം കാണുന്നത്. അവൻ എന്ത് ചെയ്യും? വിൽ റൺ വെൻ ഹി സീസ് മീ. അപ്പം ചേട്ടായി ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ, ചേട്ടാ ഇങ്ങനെ സൂട്ട് കേസ് ആയിട്ടൊക്കെ വരുന്നത് കാണുമ്പോൾ ഇവൻ എന്ത് ചെയ്യും? ഇവൻ ഓടി വരും എൻ്റെ അടുത്തേക്ക് എന്നാണ് ആര് പ്രതീക്ഷിക്കുന്നത്? ഏട്ടൻ പ്രതീക്ഷിക്കുന്നത് അല്ലേ. അതായത് ആ ഞാറൊക്കെ അവിടെ വലിച്ചെറിഞ്ഞിട്ട് ചേട്ടൻ വന്നേന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്നൊക്കെ പ്രതീക്ഷിക്കുകയാണ്. ആൻഡ് കോൾ ഔട്ട്. അതിനുശേഷം അവൻ ഉറക്കെ കോൾ ഔട്ട് ലൗഡില്ലേ, വളരെ ഉച്ചത്തിൽ അവൻ വിളിച്ചു പറയും ഇവിടേക്ക്, വീട്ടിലേക്ക്. എൻ്റെ മേലെയുള്ള വീടില്ലേ, വയലിൻ്റെ മേലെയാണ് വീട്. വീട്ടിലേക്ക് വിളിച്ചു പറയുന്നത് എന്ത്? വിത്തിൻ ഇയർ ഷോട്ട് ഓഫ് ദ ഹൗസ്. ഒരു ഇയർ ഷോട്ട്, കാതടിപ്പിക്കുന്ന ശബ്ദത്തിൽ അവൻ ഉറക്കനെ വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയാ? മദർ ബ്രദർ അറൈവ്ഡ്. അമ്മയെ ചേട്ടൻ വന്നേ എന്നിങ്ങനെ എന്ത് ചെയ്യും? വിളിച്ചു പറയുന്നു. ഇയാളിങ്ങനെ സ്വപ്നം കാണാണ്. നോക്കാം കുരിപ്പ് എന്ത് ചെയ്യാണെന്നല്ലേ. അപ്പൊ എന്തായാലും ഇങ്ങനെ
അച്ഛൻ സ്വീകരിക്കും, അനിയൻ ഭയങ്കര എക്സൈറ്റഡ് ആവും, അനിയന് പാടത്തായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ചെങ്ങായി ഇങ്ങനെ വരികയാണ്. ഇനി അയാളുടെ പകൽക്കിന് അവിടെ തീരുന്നില്ല കേട്ടോ. ഇനി അയാൾ എന്താ ചിന്തിക്കുന്നത്, വണ്ടി ട്രെയിനും കൊണ്ട് എത്തുന്നവരെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കണ്ടല്ലേ. വാക്കിംഗ് കോഷ്യസ്ലി അലോങ് ദ ഡൈക്ക് എന്ന് പറഞ്ഞാൽ വരമ്പാണ് ഉദ്ദേശം കേട്ടോ. ആ പാടത്തിന്റെ അടുക്കുള്ള വരമ്പുകളുണ്ടല്ലോ നടക്കാനുള്ളത്. അപ്പൊ ആ വരമ്പിലൂടെ ഇങ്ങനെ വളരെ കോഷ്യസ്ലി, വളരെ ശ്രദ്ധാപൂർവ്വം ഇങ്ങനെ നടക്കുന്ന ആ സമയത്ത് സോ ആസ് നോട്ട് ടു അപ്സെറ്റ് ദ ബാസ്കറ്റ് ഫുൾ ഓഫ് സീഡ്. അപ്പൊ ആ വരമ്പത്തൊക്കെ ഇങ്ങനെ വലിയ കൊട്ടകളിലായിട്ട് എന്തുണ്ടാവും, വിത്തുകൾ ഇങ്ങനെ, നെല്ലിന്റെ വിത്തുകൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും. അതായത് വിതയ്ക്കാനുള്ള വിത്തുകളൊക്കെ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ അപ്സെറ്റ് ചെയ്യാതെ, തട്ടി മറിച്ചിടാതെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ആ വരമ്പിലൂടെ എനിക്ക് നടക്കാൻ. അപ്പൊ അങ്ങനെ ഞാൻ നടന്നിട്ട് ഐ വിൽ റീച്ച് ഹോം, ഞാൻ എവിടെ എത്തും, ആ വീട്ടിലെത്തും. അപ്പൊ പാടവരമ്പിലൂടെ ഇങ്ങനെ ആ കൊട്ടയിലൊക്കെ ഇങ്ങനെ തട്ടാതെ ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടെ നടക്കുന്നൊക്കെ ഇയാൾ സ്വപ്നം കാണണേ. എന്ത് നടക്കാത്ത മനോഹരമായ സ്വപ്നം അല്ലേ. നോക്കി, ഇൻ ഗുഡ് ടൈം അറ്റ് ലാസ്റ്റ് ജസ്റ്റ്, അതായത് ഒരു നല്ല സമയത്താണ് ഞാൻ എത്തുക പറഞ്ഞത്. നല്ല സമയം എന്ന് ഉദ്ദേശം എന്താ അറിയോ, ഇയാളുടെ ശരിക്കുള്ള സ്വപ്നം എന്താണ്, ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്, അവിടെ പോയിട്ട് തൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അത്തിക്കര റൈസ് കൊണ്ടുണ്ടാക്കിയ ആ ചോറുണ്ടല്ലോ, ആ ചോറ് ഇങ്ങനെ ചൂടോട് കൂടിയിട്ട് തിന്നണം. അടിപൊളി അല്ലേ. അപ്പൊ അതാണ് മൂപ്പരുടെ ആഗ്രഹം. കുറെ കാലമായിട്ട്, 4 വർഷമായിട്ടുള്ള ഒരു കൊതിയാണ് അല്ലേ. അപ്പൊ ആ ചോറ് ഇങ്ങനെ റെഡി ആകുന്ന ആ കറക്റ്റ് ടൈമിനായിരിക്കും ഞാൻ അവിടെ എത്താന്നാണ് അയാൾ സ്വപ്നം കാണുന്നത്. അറ്റ് ലാസ്റ്റ്, അവസാനം, ജസ്റ്റ് ആസ് മൈ മദർ ഡ്രെയിൻസ് ദ വെൽ കുക്ക്ഡ് റൈസ്. ഏത് സമയത്ത് എൻ്റെ അമ്മ ആ വെൽ കുക്ക്ഡ്, നല്ല പാകമായ അരി എന്ത് ചെയ്യായിരിക്കും, ഡ്രെയിൻ ചെയ്യായിരിക്കും. ഡ്രെയിൻ ചെയ്യാൻ ചോറ് ഊറ്റുക എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട് അല്ലേ. നമ്മൾ ചോറ് വെള്ളത്തിലല്ലേ അരി ഇടുക. അപ്പൊ അത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടമുള്ള പാത്രത്തിലിട്ട് നമ്മളത് ഊറ്റിയെടുക്കൂലേ, അതിനാണ് ഡ്രെയിൻസ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അമ്മ ഇങ്ങനെ ആ പാകമായ ആ അരി എന്ത് ചെയ്യണമെങ്കിൽ, ആ ചോറ് എന്ത് ചെയ്യണം, ഇങ്ങനെ ഊറ്റി ഇങ്ങനെ അങ്ങനെ ചൂടോട് കൂടിയിട്ട് പാത്രത്തിലേക്ക് വിളമ്പുന്ന സമയത്തായിരിക്കും ഞാൻ എത്തുക എന്നാണ് ഇയാൾ പറയുന്നത്. ദെൻ ഓ ട്രെയിൻ, ഇതൊക്കെ ആലോചിച്ചിട്ട് ഇയാൾക്ക് വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളം, ഇയാൾക്ക് പിന്നെ ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല, മൂലക്കുരു എന്ന അവസ്ഥയാണ് അല്ലേ. അപ്പൊ അയാൾ ചിന്തിക്കുകയാണ് എന്ത്, ഓ ട്രെയിൻ അല്ല, ട്രെയിന് പതുക്കെ ലോക്കെല്ലാം കയറിയെന്ന് തോന്നുന്നുണ്ട് അല്ലേ. എന്താ, വിൽ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ, കുറച്ചും കൂടി വേഗത്തിലൊന്ന് പോവോ, ഇങ്ങനെ ഇങ്ങനെ മെല്ലെ പോവാതെ ഒന്ന് സ്പീഡിൽ പോവോ, എനിക്ക് വീട്ടിലെത്താൻ കൊതിയായി എന്ന് പറയാണ് ട്രെയിനോട് അല്ലേ. ലെറ്റ് മീ ഗെറ്റ് ഹോം ക്വിക്ക്ലി ആൻഡ് ഈറ്റ് മൈ ഫിൽ എന്നാ പറഞ്ഞ, വയറ് നിറച്ച് തിന്നാൻ നമുക്ക് പൂതിയായിട്ട് വയ്യ. അപ്പൊ എന്താണ്, ഒന്ന് എന്നെ പെട്ടെന്നൊന്ന്, ലെറ്റ് മീ ഗെറ്റ് ഹോം, എന്നെ പെട്ടെന്നൊന്ന് വീട്ടിലെത്തിക്കോ ട്രെയിനെ, ഒന്ന് പോകുമെന്ന് ഇങ്ങനെ എന്ത് ചെയ്യാണ്, ട്രെയിനോട് പറയാണ്. ട്രെയിനോട് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ, ഡ്രൈവറോട് പോയി പറയണം അല്ലേ. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇയാളുടെ വിചാരം. ഇനി നമുക്ക് ഇതോടെ കൂടിയിട്ട് ഇയാളെ സ്വപ്നം കഴിയാണ് കേട്ടോ. ഇനി റിയാലിറ്റിയിലേക്ക് വരികയാണ്. അയാൾ നാട്ടിലെത്തി, ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു പാർട്ട് 2 എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രസന്റ് ലൈഫ്, അതായത് അയാളുടെ സ്വപ്നത്തിന് അയാൾ ഉണർന്നു, അയാൾ റിയാലിറ്റിയിലേക്ക് വരികയാണ്. അയാൾ നാട്ടിലെത്തിയതിനു ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ പാർട്ട് 2 ആയിട്ടാണ് കൊടുക്കുന്നത്. എന്താ പറയുന്നത്, ദ ബസ് സ്റ്റോപ്സ് ഓൺ ദ റോഡ് അക്രോസ് ഫ്രം ദ ഹൗസ്. അങ്ങനെ ഇയാളുടെ വീടിന്റെ കുറച്ച് അപ്പുറത്തുള്ള റോഡിലാണ് ബസ് നിർത്തിയത്. ഓക്കെ, അപ്പം ബസ് നിന്നു, അയാളുടെ നാട്ടിൽ ബസ് എത്തി. വെൻ ഐ ലെഫ്റ്റ് ദിസ് പ്ലേസ് thatched houses could be seen. അപ്പൊ എന്താ അവിടെ പറഞ്ഞത് വെച്ചാൽ, ഇയാൾ 4 കൊല്ലം മുമ്പാണല്ലോ ആ സ്ഥലം വിട്ടത്. അതാണ് when I left this place എന്ന് പറഞ്ഞത്. ഞാൻ ഈ നാട് വിട്ടുപോയ സമയത്ത്, അതായത് 4 വർഷം മുമ്പ്, പാം thatched houses, പനയോല കൊണ്ട് മേഞ്ഞ, താച്ച് കാരണം മേയുക അല്ലെ, പാം എന്ന് പറഞ്ഞാൽ പനയോല അല്ലെങ്കിൽ പന എന്ന് പറയും. അപ്പൊ പനയോല കൊണ്ട് മേഞ്ഞ കുറെ വീടുകളൊക്കെ കാണാമായിരുന്നു. എവിടെ, ഇൻ ദ ഡിസ്റ്റൻസ് ഓൺ ദ റൈറ്റ്, ആ ഒരു റോഡിന്റെ വലതുഭാഗത്ത് കുറെ ഡിസ്റ്റൻസ് ആയിട്ട്, കുറെ ദൂരത്തോളം, കണ്ണെത്താ ദൂരത്തോളം കുറെ കൊച്ചു കൊച്ചു കുടിലുകളൊക്കെ കാണാമായിരുന്നു. ബട്ട് നൗ ദർ ഇസ് നത്തിങ്. പക്ഷെ ഈ 4 കൊല്ലം കൊണ്ട് അവിടെ ഒരു വീട് പോലും കാണുന്നില്ലല്ലോ. വീടൊക്കെ ഇവിടെ പോയി. അപ്പൊ വലിയ മാറ്റങ്ങൾ വന്നു അല്ലേ. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലത്തും സൂപ്പർ ഹൈവേകളും നാഷണൽ ഹൈവേകളൊക്കെ ഭയങ്കര വീതി കൂട്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലോ, 4 വരിപ്പാതയും 6 വരിപ്പാതയൊക്കെ. അപ്പൊ ഒരു 5-6 വർഷം മുമ്പൊക്കെ ഗൾഫിലേക്കൊക്കെ പോയ ആൾക്കാർ തിരിച്ചു വരുമ്പോൾ അമ്പടാ ഇത് ഏതാ സ്ഥലം എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ അന്തം വിട്ടുപോകില്ല, അവർക്ക് ഒന്നും മനസ്സിലാവില്ല. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇയാൾ 4 കൊല്ലം കഴിഞ്ഞ് വന്നപ്പോൾ മുമ്പുണ്ടായിരുന്ന വഴിയരികിലുള്ള വീടുകളൊന്നും കാണുന്നില്ല, മൊത്തം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ദെൻ എക്സെപ്റ്റ് ഫോർ ട്രീസ്, അവിടെ എന്ത് മാത്രമാണ് കാണുന്നത്, കുറെ മരങ്ങൾ മാത്രമാണ് കാണുന്നത്. അതായത് ആ വീടുകളൊക്കെ നിന്ന സ്ഥലത്ത് കുറെ മരങ്ങളാണ് കാണുന്നത്. ഹൗ ദ പ്ലേസ് ഹാസ് ചേഞ്ച്ഡ്. അപ്പൊ ഇയാളത് അന്തം വിട്ട് ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ പൊട്ടാൻ ചന്തക്ക് പോയ മാതിരി ഇങ്ങനെ നോക്കിക്കാണ്, ഈ സ്ഥലമൊക്കെ എങ്ങനെ മാറിപ്പോയി, ഹൗ ദ പ്ലേസ് ചേഞ്ച്ഡ്, എത്ര മാറിപ്പോയി എന്ന് അറിയിച്ചിട്ട് ഇങ്ങനെ ഇവിടെ എക്സ്ക്ലമേറ്ററി സൈൻ കണ്ടില്ല, ഇയാൾ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് അല്ലേ. ദെൻ റബ്ബർ പ്ലാന്റ്സ് ട്വൈസ് മൈ ഹൈറ്റ്. ഇയാളെ ശരിക്കും ഞെട്ടിച്ചെന്നറിയോ, ഈ റോഡരികിലൊക്കെ ഓരോ സ്ഥലത്ത് കാലി സ്ഥലങ്ങളിലൊക്കെ
റബ്ബർ മരങ്ങൾ ഉണ്ട് ഇങ്ങനെ. അതും എങ്ങനെ, ഇയാളുടെ 2 ഇരട്ടിയോളം വലിപ്പമായിട്ടുള്ള നല്ല പൊക്കത്തിലെ 4 വർഷം കൊണ്ട് പൊക്കത്തിലെത്തിയിരിക്കുന്ന വലിയ റബ്ബർ മരങ്ങളൊക്കെ അയാൾ അവിടെ കാണാൻ കഴിയാണ്. നൗ സ്റ്റാൻഡ് ഇൻ റോസ് അറൗണ്ട് മീ ഓൺ ദ റിഡ്ജ്. ഇവക്കിലൊക്കെ എന്താ അയാൾക്ക് കാണാൻ കഴിയുന്നത്? കുറെ നിരനിരയായിട്ട് റോസ് എന്നാ പറഞ്ഞ വരിവരിയായിട്ട് നട്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണ് അയാൾക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നത്. വേർ മോഡേൺ ആൻഡ് വെല്ലാരൻ യൂസ്ഡ് ടു ബി സോൺ. അവിടെ സ്ഥിരമായിട്ട് എന്തൊക്കെയാ നടാറുള്ളത്? മോഡേൺ വെല്ലാരൻ പോലുള്ള 2 വെറൈറ്റി മറ്റു തരത്തിലുള്ള നെല്ലുകളാണ്. അത് നേരത്തെ നമ്മൾ അത്തിക്കര എന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെയുള്ള വേറെ 2 തരത്തിലുള്ള നെല്ലുകളാണ് മോഡനും വെല്ലാരനും. അപ്പൊ ഇതൊക്കെ സ്ഥിരമായി കൃഷി ചെയ്തിരുന്ന പാടങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള സ്ഥലത്തൊക്കെ ഉള്ളത്. ആ സ്ഥലത്ത് ആ റിഡ്ജുകളിലൊക്കെ ഇപ്പൊ എന്താ കാണുന്നത്? വരമ്പുകളിലൊക്കെ നിരനിരയായിട്ട് റബ്ബർ മരങ്ങൾ കാണുന്നു. അപ്പൊ പാടങ്ങളൊക്കെ നികത്തി റബ്ബർ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് കുറെ മച്ചന്മാരല്ലേ. ദെൻ ആൻഡ് കൺഫ്യൂസ് മൈ പാത്ത് ആസ് ഐ വാക്ക് ഹോം. അപ്പോ ഇയാള് വീട്ടിലേക്ക് നടക്കല്ലേ. അപ്പൊ ഇയാൾ നേരത്തെ സ്വപ്നം കണ്ടെന്താ? വിശാലമായ പാടങ്ങൾ ഉണ്ടാവും, പച്ചപ്പ് നിറഞ്ഞ നെൽവയലുകൾ നിറഞ്ഞ പാടങ്ങൾ ഉണ്ടാവും. അവിടെ കൊയ്ത്തല്ല, അവിടെ എന്താണ് പാടം കിളച്ച് മറിക്കുന്നുണ്ടാവും, ഉഴുതു മറിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അതിനിടയ്ക്കിലൂടെ വേണം എൻ്റെ വീട്ടിലേക്ക് നടക്കാൻ എന്നുള്ള സ്വപ്നം കണ്ടു വന്ന ഇയാൾ ആകെ കൺഫ്യൂഷനായി. ഇവിടെ വരമ്പുമില്ല, പാടമില്ല, ഒരു തേങ്ങയില്ല. അവിടെ മൊത്തം ആൾപ്പൊക്കത്തിൽ 2 ആൾ പൊക്കത്തിലൊക്കെ റബ്ബർ മരങ്ങൾ ഇങ്ങനെ കാണാണ്. അപ്പൊ ഈ കൺഫ്യൂസ്ഡ് ഹിസ് പാത്ത് എന്നാ പറഞ്ഞത്. അയാൾക്ക് അയാളുടെ വീട്ടിലേക്കുള്ള വഴി തന്നെ തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അയാൾക്ക് ഡൗട്ടായി, ഇതിപ്പോ ഇതന്നെയാണോ സ്ഥലം എന്നുള്ള ഒരു ഡൗട്ട്. സ്വന്തം വീട്ടിലേക്കുള്ള വഴി പോലും മാറിപ്പോകുന്ന ഒരു അവസ്ഥ അയാൾക്ക് വരികയാണ്. ദർ ഇസ് നോ ബസിൽ ഓഫ് മെൻ ബിലോ. അതേപോലെ താഴെ താഴെ എന്ന് പറഞ്ഞാൽ പാടത്താണ് ഉദ്ദേശിച്ചത്. പാടത്ത് ഒരു ബസ്സിലും ഇല്ല. ബസ്സിൽ എന്ന് പറഞ്ഞാൽ ബഹളങ്ങളില്ലേ, ആളുകളുടെ ബഹളങ്ങളില്ല. സാധാരണ ഈ സമയത്തൊക്കെ പറഞ്ഞാൽ വിതയ്ക്കുന്ന പാട്ടുകളും കാളകളുടെ ശബ്ദവും കലപ്പയുടെ ശബ്ദം എല്ലാം കൂടിയിട്ട് ഭയങ്കര ബഹളമായിരിക്കും, ഭയങ്കര രസമായിരിക്കും. അവിടെ അങ്ങനെയുള്ള ആരുമില്ല. അവിടെ ആളും മനുഷ്യനും ഇല്ല, വെറും കുറെ മരങ്ങൾ മാത്രം, ഒന്നിനും പറയാത്ത റിപ്ലൈ ഒന്നുമില്ലാത്ത കുറെ മരങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. നോ ഷൗട്ട്സ് ഓഫ് പ്ലഫിംഗ് ആൻഡ് വെൻ ഐ ലുക്ക്. നോക്കിയ സമയത്ത് എന്നും കാണുന്നില്ല ഒരു ഷൗട്ട്സ്, അലർച്ചയും കേൾക്കുന്നില്ല, എന്തിന്റെ പ്ലഫിങ്ങിന്റെ ഈ ഉഴുതു മറിക്കുന്നതിന്റെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല. ദ ഹോൾ ഫീൽഡ് ഈസ് പ്ലാന്റഡ് ഓവർ വിത്ത് അരീക്കനട്ട് പാംസ്. ഇനി റബ്ബർ മരങ്ങളെ കൂടാതെ പിന്നെന്താ കാണുന്നത്? അരീക്കനട്ട് പാംസ് ആ കാണുന്നത്. അരീക്കനട്ട് എന്ന് പറഞ്ഞ നേരത്തെ കമുക്, കവുങ്ങ് എന്നൊക്കെ പറയുമ്പോൾ അടക്കന്റെ സാധനല്ലേ, അടയ്ക്കാ മരങ്ങൾ അല്ലേ. അപ്പൊ അതാണ് ഫുള്ള് പിന്നെ കാണുന്നത്. നല്ല ലാഭമുള്ള പരിപാടിയാണ് അല്ലേ. ഇപ്പൊ നമുക്ക് വയനാട്ടിലൊക്കെ ഇപ്പൊ കൂടുതൽ അങ്ങനെ നെൽകൃഷിയൊക്കെ ഒഴിവാക്കേണ്ട ആൾക്കാർ ഇങ്ങനെ അടക്ക ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ്, അടക്കല്ല കവുങ്ങ് നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് അവിടെ കാണുന്നത്. ദെൻ ആൻഡ് ഇൻ ദ കോർണർ, അപ്പൊ ഒരു മൂലയിലായിട്ട്, പറമ്പിന്റെ മൂലയിലായിട്ടും വയലിന്റെ മൂലയിലായിട്ട് കുറെ എന്തുണ്ട്, അടയ്ക്കാ മരങ്ങൾ, അതായത് കവുങ്ങുകൾ കാണുന്നുണ്ട്. അലോങ് ദ കനാൽ, അതായത് കനാലിന്റെ ഒക്കെ ഓരങ്ങളിലായിട്ട് സ്റ്റാൻഡ് ദ ഡീൽവുഡ് ട്രീസ്. കനാലിന്റെ ഓരത്തായിട്ട് പിന്നെ കാണുന്നത് ഡീൽവുഡ് ട്രീസ് ആണ്. ഈ ഡീൽവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫർണിച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മരങ്ങളാണ് ഡീൽവുഡ് ട്രീസ് എന്ന് പറയാം. അതായത് നമ്മുടെ തേക്ക്, ഈട്ടി, ഇരുള് ഇങ്ങനെ പറഞ്ഞ കുറെ കുടച്ചക്രങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ ഫർണിച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള മരങ്ങൾക്ക് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഡീൽവുഡ് ട്രീസ് എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ ഡീൽവുഡ് ട്രീസ് ആണ് എവിടെ നട്ടിരിക്കുന്നത്? കനാലിന്റെ ഒക്കെ ഓരങ്ങൾ ചേർന്നുകൊണ്ട് നട്ടിരിക്കുന്നത്, നിരനിരയായി നട്ടിരിക്കുക. ചുരുക്കി പറഞ്ഞ ആൾക്കാർ ഫുള്ള് ബിസിനസ് മൈൻഡായി. അവർക്ക് ലാഭം കിട്ടാത്ത മരങ്ങളും അതേപോലെ തന്നെ ചെടികളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട്, കൃഷിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പെട്ടെന്ന് ലാഭം കിട്ടുന്ന തരത്തിലുള്ള സാധനങ്ങൾ മാത്രം നടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ അല്ലേ. ഓക്കെ, ഇനി എന്താ? ഇതൊക്കെ കണ്ട് ആ കന്തം വിട്ട് കുന്തം പോലെ ഇയാൾ അവസാനം തപ്പി തടഞ്ഞ് വീട്ടിലേക്ക് എത്തുകയാണ് അല്ലേ. ഐ എൻ്റർ ദ ഹൗസ്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പ്രവേശിച്ചു. ഇയാൾ പറയാണ്, ബിയോണ്ട് ദ സദേൺ വിങ് മൈ ഫാദേഴ്സ് വാച്ചിങ് ദം ഫിക്സ് അപ്പ് ദ മെഷീൻ for making rubber sheets. How happy and contented the look on his face. അങ്ങനെ ഇയാള് വീട്ടിനകത്തെത്തിയിട്ട് തെക്കിനിയുടെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ എന്താ കാണുന്നത്? അവിടെ അച്ഛനെ കാണുന്നുണ്ട്. അച്ഛൻ എന്താ ചെയ്യുന്നത്? ഹി ഫിക്സ് അപ്പ് ദ മെഷീൻ ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ്. റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്ന മെഷീൻ ഇങ്ങനെ ഫിക്സ് ചെയ്യാണ്. കാരണം റബ്ബറൊക്കെ ഇങ്ങനെ ഏകദേശം വെട്ടാൻ പാകത്തിലായിട്ടുണ്ടല്ലോ, 2 ആൾ പൊക്കത്തിലേക്ക് വളർന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി റബ്ബറിന് എന്ത് ചെയ്യണം? ആ റബ്ബർ പാല് വെട്ടിയെടുക്കണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ മെഷീൻ ഒക്കെ ആ റബ്ബർ പാല് വെട്ടിയതിനു ശേഷം അത് ടാപ്പ് ചെയ്യുന്ന മെഷീൻ, ടാപ്പിംഗ് മെഷീൻ ഉണ്ട്. ആ മെഷീന് എന്ത് ചെയ്യാണ്? റെഡി ആക്കിക്കൊണ്ട് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അപ്പച്ചൻ അല്ലേ. ആരുടെ? നമ്മുടെ ഈ നറേറ്ററുടെ അല്ലേ. നോക്കേ, അപ്പോൾ ഇയാളുടെ പ്രത്യേകത എന്താണ്? നേരത്തെ പാടത്തൊക്കെ ആയിരിക്കുന്ന സമയത്ത്, കൃഷി ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഭയങ്കര ഉത്കണ്ഠയും ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും അച്ഛൻ്റെ മുഖത്ത്. കാരണം ഇത് വിത്ത് വിതച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മുളയ്ക്കുകയോ അല്ലെങ്കിൽ മുളച്ച് കഴിഞ്ഞാൽ നല്ല വില കിട്ടുമോ എന്നുള്ള ടെൻഷനൊക്കെ എന്താ അച്ഛൻ്റെ മുഖത്ത് സാധാരണ ഇവൻ കാണലുണ്ട്. പക്ഷേ ഈ സമയത്ത് ഈ റബ്ബർ ടാപ്പിംഗ് മെഷീൻ ഇങ്ങനെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അച്ഛൻ എന്താണ്? ഹൗ ഹാപ്പി, ഭയങ്കര സന്തോഷമായിരുന്നു മൂപ്പരുടെ മുഖത്ത് എന്നാണ് പറഞ്ഞത്. കാരണം മൂപ്പർക്ക് ഉറപ്പായിരുന്നു എന്തായാലും നല്ല ലാഭം കിട്ടുന്നത്. അപ്പം ലാഭം കിട്ടുന്നതുകൊണ്ടാണല്ലോ മൂപ്പര് നെൽകൃഷി ഒഴിവാക്കിയിട്ട് ഈ പരിപാടിക്ക്
തുടങ്ങിയത് അല്ലേ. ആൻഡ് കണ്ടന്റഡ് എന്നാ പറഞ്ഞത്, ഭയങ്കര സംതൃപ്തനായിരുന്നു അച്ഛനെന്ന്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ എഴുത്തുകാരനാകെ ഞെട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഇനി എന്താ നോക്കി, ഇനി ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ പറയുന്നത്. നോക്ക്, മൈ ഫാദർ സേസ്, എന്റെ അച്ഛൻ പറയാണ്, അതായത് മോനെ കണ്ടപ്പോൾ നേരത്തെ പറഞ്ഞാൽ എടജ് എപ്പോഴാ വന്നതെന്ന് പറഞ്ഞിട്ട് ആകാംക്ഷാഭരിതനായിട്ടൊന്നുമില്ല. അച്ഛൻ അത്ര വലിയ ആകാംക്ഷയൊന്നുമില്ല. അവനെ ഇവൻ വന്നിട്ട് ഒച്ചങ്ങായി വന്നോ, ഇവൻ കുറെ ഉമീന്റെ പരിപാടിയൊക്കെ ആയിട്ട് പഠിച്ചു വന്നിട്ട് ഇത് എന്ത് തേങ്ങക്കാന്നുള്ള ഭാവത്തിലാവും അച്ഛൻ നിൽക്കണേ അല്ലേ. അച്ഛൻ എന്നിട്ട് മോനോട് പറയാണ് എന്ത്, വിത്ത് ഓബിയസ് പ്രൈഡ്, ഭയങ്കര അഭിമാനത്തോടു കൂടി, പ്രൈഡ് എന്ന അഭിമാനം അല്ലേ, അഭിമാനത്തോടു കൂടി പറയാണ്, സൺ മകനെ, വി ഹാവ് സ്റ്റോപ്പ്ഡ് വർക്കിംഗ് ഓൺ ഓൾ ദ റൈസ്, നമ്മൾ നെല്ലുണ്ടാക്കുന്ന എല്ലാ പരിപാടിയും നിർത്തിയിട്ടോന്ന്. ഇത് കേൾക്കുമ്പോൾ മോനക്ക് പിരാന്താവൂലേ. കാരണം ഇവിടെ നെല്ലുണ്ടാക്കും, അതിന് ബാക്കി ഉമി കിട്ടും, ആ ഉമി കൊണ്ട് ടോയ്സ് ഉണ്ടാക്കി പൈസക്കാരനാവാന്നൊക്കെ വിചാരിച്ചങ്ങാണ്ട് വന്നൊരു ചങ്ങായിനോട് പറയണം, നമ്മൾ നെൽകൃഷിയൊക്കെ നിർത്തിയിട്ട മോനെ അഭിമാനത്തോട് കൂടിയിട്ട് പറയാണ് അല്ലേ. ദെൻ ഇറ്റ് വാസ് ക്വിറ്റ് ഇൻകൺവീനിയന്റ്, ഇത് ഭയങ്കര അസൗകര്യമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത്, ഈ നെൽകൃഷി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയാണ്. ഇൻകൺവീനിയന്റ് എന്ന് പറഞ്ഞാൽ അസൗകര്യം എന്നാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശിച്ചത് ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിലാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്, ദ ഫാമർ ഗെയിൻഡ് നത്തിങ്, കർഷകൻ ഒന്നും കിട്ടില്ലടോ, ഗെയിൻഡറിനെ നേടല്ലേ, കർഷകൻ ഒന്നും കിട്ടില്ല, ഒരു ലാഭം ഉണ്ടാവില്ല. ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് ഫോർ ഗെയിൻ, ഒരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് റൈസ് ഫാമിംഗ് നടത്തുന്നത് വെറും ഫൂൾസ്, വിഡ്ഢികളാണ്. ഇന്നിപ്പോ നെൽകൃഷി നടത്തുന്ന ആൾക്കാരൊക്കെ മണ്ടന്മാരാണ്. അച്ഛന് ഭയങ്കര ബുദ്ധിയാണ് അല്ലേ. ദെൻ ഓക്കെ, ദിസ് ഈസ് ബെറ്റർ മണി, വാട്ട് ഗുഡ് ടൈംസ്, എന്താ പണത്തിന് ഏറ്റവും നല്ലത് ഇതാണ്, എന്ത്, റബ്ബറാണ് എന്ന് പറയാണ്. എന്നിട്ട് വാട്ട് ഗുഡ് ടൈംസ്, എന്തൊരു നല്ല സമയമാണെന്ന് അറിയോ, നല്ല പൈസയാണ് ഇപ്പം. ദെൻ ദ ഗവൺമെന്റ് ഗീവ്സ് റൈസ് ടു ദോസ് ഹു ഡോണ്ട് ഹാവ് പാഡി ഫീൽഡ്സ്, ഇനി നെൽകൃഷി നടക്കുന്നില്ല, നെൽവയലുകൾ, പാഡി എന്ന് പറഞ്ഞാൽ നെല്ല് തന്നെയാണ് കേട്ടോ, റൈസ് തന്നെയാണ്, പാഡി ഫീൽഡറിനാ വയലുകൾ, നെൽവയലുകൾ. അപ്പൊ നെൽവയലില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നെൽവയലില്ല വിചാരിച്ചിട്ട് അയ്യോ ഇനിയിപ്പോ നെല്ലില്ലല്ലോ അതുകൊണ്ട് ചോറുന്നാൻ പറ്റില്ലെന്ന് വെച്ച് ടെൻഷൻ അടിക്കേണ്ട. കാരണം എന്താണ്, ദ ഗവൺമെന്റ് വിൽ ഗീവ് അല്ലേ, ഗവൺമെന്റ് ഗിവ്സ് റൈസ്, ഗവൺമെന്റ് എന്ത് ചെയ്യും, അരി നമുക്ക് തരുന്നുണ്ട്. റേഷൻ കടയിൽ പോയാൽ എന്ത് കിട്ടും, അരി കിട്ടും. അത് നോർത്ത് ഇന്ത്യയിൽ നിന്നും മറ്റുള്ള സംസ്ഥാനത്തു നിന്നൊക്കെ ഗവൺമെന്റ് ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മക്കളെ. എന്താണ്, നെല്ല് കൃഷി ചെയ്തില്ലേലും നെല്ല് നമുക്ക് കിട്ടും. റബ്ബർ നമുക്ക് എന്താണ്, കൃഷി ചെയ്താലല്ലേ കിട്ടുള്ളൂ, റബ്ബർ റേഷനായിട്ട് കിട്ടൂലല്ലോ അല്ലേ. അപ്പൊ അതുകൊണ്ട് നല്ല സുഖമാണ്. ഇപ്പം ഭക്ഷണത്തിന് ഭക്ഷണം എവിടുന്ന് റേഷൻ കടയിൽ നിന്ന് ഒസിക്ക് കിട്ടും ചെയ്യും. പോരാത്തതിന് നമുക്ക് എന്താണ്, നല്ല പൈസ റബ്ബർ കൃഷിയിലൂടെ കിട്ടും ചെയ്യും. ആ അച്ഛൻ ഭയങ്കര ബുദ്ധി, വിമാനം തന്നെയല്ല ബുദ്ധി. ആ വിമാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ വിമാനമൊക്കെ വരാണ്ട് കേട്ടോ, നമുക്ക് നോക്കാം, ശ്രദ്ധിക്കേ. മൈ ലിറ്റിൽ ബ്രദർ റൺസ് ഇൻ ടു മീറ്റ് മീ, നമ്മുടെ നെറേറ്റർ നേരത്തെ സ്വപ്നം കണ്ടിരുന്നു, ട്രെയിനിൽ വെച്ചിട്ട് പകൽക്കിനാവ് കണ്ടിരുന്നു, തന്റെ അനിയൻകുട്ടൻ വന്നിട്ട് എന്തെങ്കിലും കയ്യിൽ നിറയെ സാപ്ലിങ്സ് ആയിരിക്കില്ല, അതായത് നെല്ലിന്റെ കതിരായിരിക്കും, അതൊക്കെ ഇട്ടേച്ചിട്ട് ചേട്ടൻ വന്നേ എന്ന് പറഞ്ഞ് ഓടി വരുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഇവിടെ അതേമാതിരി തന്നെയാണ്, അനിയൻ ഏട്ടനെ കണ്ടപ്പം തന്നെ ഓടി വന്നു, ഏട്ടനെ സ്വീകരിക്കാനായിട്ട് ഓടി വന്നു. പക്ഷെ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു, കയ്യിൽ നെൽക്കതിരല്ല ഉള്ളത്. എന്താണ്, ഐ ഈഗർ ടു ഹാവ് എ ഫുൾ മീൽ ഓഫ് അത്തിക്കര റൈസ്, അതും എങ്ങനെയുള്ള എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അനിയൻ വരുന്നത്. ഈഗർ ടു ഹാവ് എ ഫുൾ മീൽ ഓഫ് അത്തിക്കര റൈസ്. അത്തിക്കര എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ മാത്രം ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള അരി ഉണ്ടല്ലോ, ആ അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനല്ലേ പൂതി വെച്ച് വന്നത് അല്ലേ. അപ്പൊ ആ അത്തിക്കര റൈസിന്റെ ഫുൾ മീല്, നല്ല വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം കഴിക്കണമെന്ന് പൂതി വെച്ചിരിക്കണം. എൻ്റെ അടുത്തേക്ക് ചെങ്ങായി ഓടി വരികയാണ്, ഈ കുരുപ്പ് ഓടി വരികയാണ്. എങ്ങനെ ഓടി വരുന്നത്, ഹി ഈസ് ക്യാരിയിങ് ദ റേഷനിങ് ഫോർ ദ ഹോൾ ഹൗസ് ഹോൾഡ്, വീട്ടിലേക്കുള്ള മുഴുവൻ റേഷൻ സാധനങ്ങളുമായിട്ടാണ് ഈ ചങ്ങായി വരുന്നത്. അതിൽ എന്തൊക്കെയായിരിക്കും മക്കളെ, റേഷൻ ഗോതമ്പൊക്കെയാണ്. ആ പട മേടിച്ച് പന്തളത്ത് വന്നപ്പോൾ അവിടെ 12 സൂണിന്റെ ഗാനമേള എന്നൊക്കെ പറഞ്ഞ അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ ആർക്കുള്ളത്, ഈ നറേറ്റർക്കുള്ളത്. കാരണം അവിടുന്ന് ഗോതമ്പ് തിന്ന് ബോറടിച്ച് പിരാന്തായിട്ടാണ് നാട്ടിലേക്ക് വന്നത്, കുറച്ച് അരിഭക്ഷണം തിന്നാന്ന് വിചാരിച്ചിട്ട്. ഇവിടെ വന്നപ്പോൾ ഇവിടെയും ഗോതമ്പ് അല്ലേ. മോന് ആ റേഷൻ വാങ്ങിയിട്ട് അനിയൻ വരികയാണ് അല്ലേ. ഇതിനെന്താ, ഹി ട്രിപ്സ് ഓവർ സംതിങ്. അപ്പോൾ ഏട്ടനെ കണ്ട ആക്രാന്തത്തിൽ സഞ്ചിയൊക്കെ ആയിട്ട് ഓടി വന്നതാണ്, ഗോതമ്പ് സഞ്ചിയൊക്കെ ആയിട്ട്. എന്താ സംഭവിച്ചത്, ഹി ട്രിപ്സ് ഓവർ, എന്തുമല്ലോ തട്ടിങ്ങാണ്ട് അങ്ങോട്ട് മറിഞ്ഞ് ഉരുണ്ട് വീണു. ആൻഡ് സ്കാറ്റേഴ്സ് ദ വീറ്റ് ഓൾ ഓവർ ദ യാർഡ്. യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം നാട്ടോ അർത്ഥം. മുറ്റത്ത് മൊത്തം എന്താ, ഈ സ്കാറ്റേഴ്സ് ചെതറിപ്പോയി. എന്ത്, സഞ്ചിക്കുള്ളിലെ വീറ്റ് ഗോതമ്പ്. അപ്പം സഞ്ചിക്കുള്ളിൽ ഗോതമ്പാണെന്ന് ആര് കണ്ടു, ഏട്ടൻ കണ്ടു. കുടുങ്ങിയില്ലേ, ഇവിടെയും പിരാന്ത് ഗോതമ്പ് തന്നെ. ദെൻ നോക്കേ, എബവ് അസ് എന്നാ ഇതിന്റെ ഈ ഗോതമ്പിന്റെ ഈ ഒരു സാധനം വീണപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചെക്കൻ കിടന്ന് നിലവിളിക്കും അല്ലേ. കാരണം ഗോതമ്പ് വീണോണ്ടല്ല, കാരണം ഉരുണ്ട് താഴെ വീണില്ലേ, നല്ല വേദന ആയിട്ടുണ്ടാവും. അപ്പൊ കിടന്ന് കാറും അല്ലേ. അപ്പൊ ആ ചെക്കന് ഒച്ച ഉണ്ടാക്കി കരയുന്ന അതിന്റെ ആ സമയത്താണ് എബവ് അസ്, ഇവരുടെ തലക്ക് മുകളിലൂടെ എന്ത് പോകുന്നത്, എ ഷിപ്പ് ഓഫ് ദ സ്കൈ, ആകാശക്കപ്പൽ എന്ന് ഉദ്ദേശിച്ചത് ആ വിമാനം അല്ലേ. ഒരു വിമാനം ഇങ്ങനെ പറന്നു പോണ്ട് മേലെ കൂടിയേ. റോർസ് നോർത്ത് വാർഡ്സ്, വടക്കോട്ടേക്ക് ഇങ്ങനെ ഭയങ്കര ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അലറിക്കൊണ്ടാണ് ആ വിമാനം ഇങ്ങനെ അതിവേഗത്തിൽ പറന്നു പോവുകയാണ്. ഡ്രോണിങ് മൈ ബ്രദേഴ്സ് ലൗഡ് ക്രൈസ്. അപ്പൊ താഴെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഏട്ടന്റെ മുന്നിൽ നിന്നും കണ്ട് ഈ ചെക്കൻ കണ്ട് പിരാന്ത് ആർത്ത് കരയുണ്ട്. അയ്യോ എന്റെ കാല് പോയേന്ന് പറഞ്ഞു കണ്ട് ആർത്ത് കരയുന്നുണ്ടാവും.
പക്ഷേ ആ കരച്ചിലിനെ മൊത്തം ഡ്രോണി മുക്കിക്കൊണ്ടായിരുന്നു ഒരു വിമാനം മേലെ കൂടെ പോയത്. അപ്പോൾ ചെക്കൻ്റെ ആർപ്പ് വിളിയൊന്നും കേട്ടില്ല. അതിനെക്കാട്ടിയും വലിയ ഒച്ചത്തിൽ മേലെ കൂടി ഒരു വിമാനം ഇങ്ങനെ വലിയ ശബ്ദം ഉണ്ടാക്കി പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ എഴുത്തുകാരൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞത്. ആരായിരിക്കും വിമാനത്തിൽ നിന്നാണ്? ആരെങ്കിലൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ എഴുത്തുകാരൻ ഇമാജിൻ ചെയ്യണത് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ലൈക്ക് എൻ എറോ ടു ദ സെന്റർ ടു ക്ലാമർ ഫോർ മോർ ഗ്രെയിൻസ്. മേലെ വിമാനത്തിൽ പോണത് ആരായിരിക്കും അറിയോ? നമ്മളെ CM ആയിരിക്കും. അതായത് മുഖ്യമന്ത്രി പോവാണ്. എന്തിനാ പോണത്? സെൻട്രലിലേക്ക്, കേന്ദ്ര മന്ത്രിസഭയിലേക്ക്, കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്തേക്ക് പോവാണ്. എന്തിന്? ടു ക്ലാമർ ഫോർ മോർ ഗ്രെയിൻസ്. ഗ്രെയിൻസ് എന്ന ധാന്യങ്ങളിലെ കുറെ ഗോതമ്പും അരിയൊക്കെ കിട്ടണം, നമുക്ക് തരുമെന്ന് പറഞ്ഞുകൊണ്ട് ക്ലെമർ ചെയ്യാൻ വേണ്ടി, റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അല്ലെങ്കിൽ മുറവിളി കൂട്ടാൻ, ക്ലെമർ ചെയ്യാൻ മുറവിളി കൂട്ടാന്നൊക്കെ പറയും. ഇവിടെ അഭ്യർത്ഥിക്കാന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് നെല്ലില്ല, അരിയില്ല, ഇവിടെ കൃഷിയില്ല, അതുകൊണ്ട് കുറച്ച് നെല്ലൊക്കെ തരൂ, അല്ലെങ്കിൽ കുറച്ച് ഗോതമ്പൊക്കെ തരുമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് കൂടുതൽ റേഷനിങ്ങിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പര് വിമാനത്തിൽ പോവുമായിരിക്കുന്ന ആര് ഇമാജിൻ ചെയ്യാണ്? നമ്മുടെ എഴുത്തുകാരൻ ഇമാജിൻ ചെയ്യാണ് അല്ലേ. നൗ ഫ്ലൈയിങ് ഹൈ അബോവ് ദ ക്യാഷ് ക്രോപ്സ്. മൂപ്പരിപ്പോൾ പോണ് എന്തിന്റെ മേലെ കൂടിയാ? ഈ ക്യാഷ് ക്രോപ്പ് ഉണ്ടല്ലോ, നാണ്യവിളകളായിട്ടുള്ള ഗോതമ്പല്ല, നമ്മുടെ അരിക്കനറ്റ്, അതായത് കവുങ്ങും അതേപോലെ തന്നെ റബ്ബറൊക്കെ ഉണ്ടല്ലോ താഴെ നട്ടില്ല, പിന്നെ ഡീൽവർ ട്രീസ് ഒക്കെ, ഈ പറഞ്ഞിട്ടുള്ള ക്യാഷ് ക്രോപ്പുകൾക്ക് മുകളിലൂടെ ഈ അധ്യാനം ഇങ്ങനെ പറന്നു പോവാണ്. ഇതിനൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അല്ലേ? മുമ്പ് ഇഷ്ടം പോലെ ഫുഡ് ക്രോപ്പുകൾ ഉണ്ടായിരുന്ന, ഭക്ഷ്യവിളകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അത് മൊത്തം നശിപ്പിച്ചെങ്ങാണ്ട് ഇപ്പോൾ ക്യാഷ് ക്രോപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് പറക്കുകയാണില്ലേ കേന്ദ്രത്തിന്റെ അടുത്തേക്ക്, മറ്റുള്ള സ്ഥലത്തേക്ക് എന്ന് പറയുകയാണ്. ഇയാൾ കളിയാക്കാണ്. ദെൻ നൗ ഗ്രോയിങ് ടോൾ ലൈക്ക് ട്രീസ്. വലിയ മരങ്ങളായി മാറിയിരിക്കുന്ന ഈ ഒരു ക്യാഷ് ക്രോപ്പുകൾക്ക് മുകളിലൂടെയാണ് ആ മുക്കിന്റെ പോക്ക്. സിൻസ് നോ വൺ ഹിയർ പ്രൊമോട്ട്സ് ദ ഫാമിംഗ് ഓഫ് റൈസ്. ഇവിടെ ആരും ഇപ്പൊ എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല? നെൽകൃഷിയൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. എല്ലാവർക്കും ക്യാഷ് ക്രോപ്പുകൾ മതി, പൈസ മതി അല്ലേ. ദെൻ ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെന്റർ ടു. അപ്പോൾ ഇയാൾ കളിയാക്കിക്കൊണ്ട് രണ്ട് ഭയങ്കര ആക്ഷേപഹാസ്യത്തോട് കൂടിയിട്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഈ മന്ത്രിയോട് പറയാൻ വേണ്ടിയിട്ട് ഇയാൾ ഇവിടുന്ന് പറയാണ്, മനസ്സിൽ പറയാണ് കേട്ടോ. എന്താ പറയുന്നത്? ആ കേന്ദ്രത്തിലേക്ക് ഏതായാലും പോവല്ലേ, ഗോതമ്പ് അരിയൊക്കെ ചോദിച്ചു പോവല്ലേ, എന്നാ പിന്നെ കുറച്ച് ഹസ്കും കൂടി ചോദിക്കാൻ പറ്റുമോ? കുറച്ച് എന്താണ് ഉമിയും കൂടി. കാരണം എന്താ വിചാരിച്ചാൽ ഉമ്മി വെച്ചുണ്ടാക്കുന്ന പരിപാടിയാണല്ലോ ഇയാൾ പഠിച്ചു വന്നത്. ഇപ്പൊ ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ വേരും കൂലിയൊക്കെ വേണ്ടേ? അപ്പൊ അതുകൊണ്ട് റേഷനിലൂടെ കുറച്ച് ഹസ്കും കൂടിയും ചോദിച്ചാൽ വലിയ ഉപകാരമായിരുന്നു അല്ലേ. യു മേക്ക് ടോയ്സ് വിത്ത് ഇറ്റ്. എനിക്ക് ടോയ്സ് ഉണ്ടാക്കാൻ അല്ലേ, ടോയ്സ് ഉണ്ടാക്കാൻ കുറച്ച് ഹസ്ക്, കുറച്ച് ഉമ്മിയും കൂടി ചോദിക്കാൻ പറ്റുമോ? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല, നിങ്ങൾക്കൊന്ന് ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഊക്കിങ് കണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ കവിത അവസാനിപ്പിക്കുന്നത്. അപ്പൊ കവിത എല്ലാവർക്കും മനസ്സിലായില്ല മക്കളെ. നമുക്ക് ഇതിന്റെ അപ്രിസിയേഷൻ ഒക്കെ തരട്ടോ, എല്ലാം തരാം, എല്ലാ നോട്ടുകളും. നമ്മൾ കുറച്ച് തിരക്കിലാണ്, എന്നാലും വേണ്ടില്ല, ഉള്ള സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള നോട്ട്സുകളൊക്കെ തരാം. നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.